വളരെ പ്രശസ്തയായ കോളമിസ്റ്റും എഴുത്തുകാരിയുമൊക്കെയായ സുധാ മേനോൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു. ആദരണീയനായ ശ്രീ എ പി അനിൽകുമാർ റവന്യൂ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നതോടെ ദളിത് സമുദായത്തിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ റവന്യൂ മന്ത്രിയാവുകയാണ് അദ്ദേഹം. എത്രയോ ഭൂസമരങ്ങൾ കണ്ട കേരളത്തിൽ ഭൂമിയുടെ കരം പിരിക്കുന്ന മന്ത്രിയായി അദ്ദേഹം കടന്നു വരുമ്പോൾ അതൊരു ചരിത്രം കൂടിയാകുന്നു. സന്തോഷം, അഭിമാനം. എ പി അനിൽകുമാർ ദളിത് ആദിവാസി ഭൂസമരങ്ങളോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ഇതാണ് ആ പോസ്റ്റ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള ദിവസങ്ങളോളം നീളുന്ന പലതരത്തിലുള്ള ചർച്ചകൾക്കൊക്കെ ശേഷമാണ് അദ്ദേഹത്തിന് റവന്യൂ വകുപ്പ് കിട്ടിയത്. ആ റവന്യൂ വകുപ്പ് കിട്ടിയപ്പോഴും ആ കിട്ടുന്നത് കഴിഞ്ഞ 6-7 തവണ തുടർച്ചയായി വണ്ടൂർ പോലെ ഒരു അസംബ്ലി മണ്ഡലത്തിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ട ശേഷം മത്സരിച്ച് 7ാം തവണ ജയിച്ചു വന്ന് ആ സ്ഥാനത്ത് മികച്ച ഭൂരിപക്ഷത്തോടെ തുടരുകയും 2 തവണ മന്ത്രിയായതിന് ശേഷവും യാതൊരു അഹങ്കാരഭാവവുമില്ലാതെ വളരെ സൗമ്യമായി മനുഷ്യരോട് സംസാരിക്കുകയും മാന്യമായി ഇടപെടുകയും ആളുകളോട് സ്നേഹത്തോടെ പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന, അഴിമതികളുടെ എന്തെങ്കിലും തരത്തിലുള്ള നിഴലുകൾ വീഴാത്ത ഒരു പശ്ചാത്തലവും അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ്, പാർട്ടിയിലെ സീനിയറാണ്, അത് നൽകേണ്ടതാണ് എന്നൊക്കെ പറയുന്ന അവകാശവാദങ്ങൾക്കൊക്കെ അപ്പുറത്ത് അതിനെ ചുരുക്കിക്കെട്ടി വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് സമവാക്യത്തിലും അല്ലെങ്കിൽ മറ്റുള്ളതിലേക്കുമൊക്കെ ചുരുക്കാനാണ് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തുക്കളോട് പറയുമായിരുന്നു, എല്ലാവരും പറയും ഈ സംവരണ നിയമം അവരങ്ങനെ ചെയ്യുന്നു, സംവരണം കൊടുക്കുന്നു, സംവരണം കൊടുക്കാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ. സത്യത്തിൽ ഈ ബാബാ സാഹിബ് അംബേദ്കർ, ജവഹർലാൽ നെഹ്റു അടക്കമുള്ള നവഭാരത ശില്പികൾ കൊണ്ടുവന്ന ഈ സംവരണ തത്വം എന്ന് പറയുന്നൊരു ഏർപ്പാട് ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് വിജയിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് മന്ത്രിയായി കാണുന്ന, ഇന്ന് പല സ്ഥലങ്ങളിലേക്കും എത്തപ്പെടുന്ന ഒരു മനുഷ്യരും കേരളത്തിലെ ചിത്രത്തിൽ പോലും, കേരളം എന്ന് പറയുമ്പോൾ നവോത്ഥാനത്തിൻ്റെ എന്തെല്ലാമോ ആണെന്ന് പറയുന്ന കേരളത്തിലെ ചിത്രത്തിൽ പോലും ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് സത്യം. ഇപ്പോൾ ഉദാഹരണത്തിന് വണ്ടൂർ ഒരു സംവരണ മണ്ഡലമല്ലെങ്കിൽ ഇനി എ പി അനിൽകുമാർ എന്ന് പറയുന്ന ആൾ എത്ര വലിയ മഹത്വമുള്ള ആളാണെങ്കിൽ പോലും ആ പേരായിരിക്കില്ല അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനേക്കാൾ പ്രമാണികമായ പേരുകൾ, ചാനലുകൾ വാരിക്കോരി എഴുതുന്ന പേരുകൾ, അന്തിച്ചർച്ച നടത്തുന്ന പേരുകൾ, സാഹിത്യ നായകന്മാർ പ്രൊമോട്ട് ചെയ്യുന്ന പേരുകൾ അടക്കമുള്ളവ പലതും ഉണ്ടാകുമായിരുന്നു. എന്നാൽ അവിടെയാണ് ഇതുപോലൊരു മനുഷ്യൻ വളരെ സ്വാഭാവികമായി ആ സ്ഥാനത്തേക്ക് എത്തപ്പെടുന്നത്. ഇനി അതിൻ്റെ മറുവശം വേറൊരു രസമുണ്ട്. ഈ സുധാ മേനോൻ ഇട്ട ആ പോസ്റ്റിൻ്റെ താഴെ ഒരു പ്രമാണിമാർക്കും അതിനോടങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. പല തരത്തിലുള്ള കമൻറ്റുകളാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം രാംവിലാസ് പാസ്വാൻ്റെ എഡിഷനാണ്, അദ്ദേഹം ഇവിടെ ആരെയും നേതാക്കളെ ഉണ്ടാക്കുന്നില്ല, അദ്ദേഹം അങ്ങനെ ചെയ്യുന്നില്ല, അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ് എഴുതി വെക്കുന്നത് മുഴുവൻ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ മേൽ ഇത് പറയാൻ എന്തെങ്കിലും അവസരം കാത്തിരുന്നത് പോലെ അപരാധങ്ങൾ അങ്ങനെ അങ്ങ് എഴുതി അങ്ങ് ആസ്വദിക്കുകയാണ്. അതിൻ്റെയും രോഗം വേറൊന്നുമല്ല, ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരാളിന് റവന്യൂ വകുപ്പ് കിട്ടിയതിലുള്ള അസ്വസ്ഥതയാണെന്നാണ് സത്യം. യഥാർത്ഥത്തിൽ എ പി അനിൽകുമാർ എന്ന് പറയുന്ന മന്ത്രി, ഇപ്പോഴത്തെ മന്ത്രി, മുൻ MLA, ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വയം ആഘോഷിക്കപ്പെടാത്ത, അല്ലെങ്കിൽ സ്വയം പൊങ്ങിയല്ലാത്ത, അല്ലെങ്കിൽ സ്വന്തമായി ആളുകളെ വെച്ച് പൊക്കാത്ത, അങ്ങനെ പൊക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു സ്വാഭാവികമായ മനുഷ്യനാണ്. അദ്ദേഹം കേരളത്തിൽ ചെയ്ത പല കാര്യങ്ങളും ആഘോഷിക്കാനാണെങ്കിൽ കൊണ്ട് നടന്ന് ആഘോഷിക്കാവുന്ന പലതുമുണ്ട്. അതിലൊന്നാണ് പാലക്കാട് മെഡിക്കൽ കോളേജ്. പട്ടികജാതി വികസന വകുപ്പിൽ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു ചിന്ത ഒരു കാലത്തും, എന്തിന് ഒരു സാധാരണ കോളേജ് പോലും ആലോചിച്ചിട്ടുണ്ടാവില്ല. ആ സന്ദർഭത്തിൽ പണ്ട് മുതലേ ഒരു പഞ്ചമിയുടെ കഥ പറഞ്ഞ്, ആ പഞ്ചമിയുടെ കഥ പറഞ്ഞ് ആവേശം കൊണ്ട് പ്രസംഗിച്ച് കരഞ്ഞ് ആരെയൊക്കെയോ തെറി വിളിച്ച് പിരിയുന്നതല്ലാതെ ഇതുപോലെയുള്ള 100 കണക്കിന് പഞ്ചമിമാർക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ പിന്തുണയോടെ ഈ മനുഷ്യൻ നടത്തിയ ഇച്ഛാശക്തിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ്.
അവിടെ എൻ്റെ നാട്ടിൽ നിന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു മകൾ, അതും ഈ പറയുന്ന ദളിത് വിഭാഗത്തിൽ വരുന്ന ഒരു മകൾ MBBS പഠിക്കുന്നുണ്ട്, മെറിറ്റിൽ അഡ്മിഷൻ നേടി. ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരാൾക്ക്, എന്നിട്ടോ അതിൻ്റെ നിർമ്മാണത്തിൽ അഴിമതി വല്ലതും പറഞ്ഞോ, അവിടുത്തെ പർച്ചേസിൽ അഴിമതി വല്ലതും പറഞ്ഞോ, അവിടുത്തെ വേറെന്തെങ്കിലും കാര്യത്തിൽ അഴിമതി ഉണ്ടായോ, ആർക്കെങ്കിലും ആക്ഷേപം ഉണ്ടായോ, അദ്ദേഹത്തിൻ്റെ സ്വത്തിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും തർക്കം ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. അതുപോലെ പിന്നോക്ക വിഭാഗത്തിൻ്റെ മന്ത്രിയായിരിക്കെ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരു വകുപ്പ് രൂപീകരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അതും അദ്ദേഹം അവകാശവാദം ഉന്നയിക്കാറില്ല. ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് പുകഴ്ത്തലും അതിനെക്കുറിച്ച് പറയലും അതിനെക്കുറിച്ച് വായ്ത്താരിയും, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മറ്റു കുറേ ആളുകളുടെ പൊക്കലും ഒക്കെ നിറയുന്ന അന്തരീക്ഷത്തിലാണ് സ്വന്തം ചുമതല ഭംഗിയായി സത്യസന്ധമായി നിർവഹിക്കുന്ന ഒരു വകുപ്പ് കൊണ്ട് നടക്കുന്ന, അതിന് തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരാളായി മാറുന്നത്. ഏതായാലും ഈ പറഞ്ഞ ഒരാൾ കേരളത്തിൻ്റെ റവന്യൂ മന്ത്രിയായി വരുന്നത് സുധാ മേനോൻ എഴുതിയിരിക്കുന്നത് പോലെ ചരിത്രത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതിപൂർവമായ നിലപാടാണ്. ഏറ്റവും വലിയ നീതിപൂർവമായ നിലപാടാണ്. അതിന് അവസരമുണ്ടാക്കിയത് KC വേണുഗോപാലാണെങ്കിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി VD സതീശനാണെങ്കിൽ, അതല്ല KPCC പ്രസിഡൻ്റാണെങ്കിൽ, അതല്ല AICC പ്രസിഡൻ്റാണെങ്കിൽ, ആരായാലും അതൊരു അവിഹിതമല്ല, വിഹിതവും അനിവാര്യവുമായ ഒരു ഉറച്ച തീരുമാനമായിരുന്നു എന്ന നിലയിൽ കാണാനാണ് എനിക്കിഷ്ടം. ഇനിയുള്ള കാലം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ സ്ഥാനലബ്ധി ശരിയാണോ തെറ്റായിരുന്നോ എന്ന് തെളിയിക്കട്ടെ. എത്രയോ പ്രമാണിമാർ പേരുകൊണ്ട് മാത്രം കടന്നുപോയപ്പോൾ ഇതുപോലെ വലിയ അവകാശവാദങ്ങളില്ലാത്ത, ആഘോഷങ്ങളില്ലാത്ത, ആഡംബരങ്ങളില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ ഈ റവന്യൂ വകുപ്പിനെ പോലെ ചിതല് പിടിച്ച ഒരു വകുപ്പിനെ കൂടുതൽ ജനകീയമാക്കാൻ, കാര്യക്ഷമമാക്കാൻ, അതിനുള്ളിലെ അഴിമതി ഇല്ലാതാക്കാൻ, അഴിമതിക്കാരെ സംരക്ഷിക്കാതിരിക്കാൻ കഴിയുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ അദ്ദേഹത്തോടൊപ്പം കേരള സമൂഹം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്.